എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. പ്രധാനമായിട്ടും ആദായ നികുതി ബിൽ പ്രകാരം സാമ്പത്തിക ഇടപാടുകളിൽ പാൻ നൽകുന്നതുമായി ബന്ധപ്പെടുത്തി വ്യവസ്ഥകളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് എത്തുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുന്നതാണ്. ചെറുകിട ഇടപാടുകളേക്കാൾ ഉയർന്ന മൂല്യമുള്ളവയിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ബാങ്ക് നിക്ഷേപം, വാഹനം വാങ്ങൽ, റിയൽ എസ്റ്റേറ്റ് ഇൻഷുറൻസ് തുടങ്ങിയ വിവിധ മേഖലകളെ ബാധിക്കുന്ന 5 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തേത് ബാങ്ക് ഇടപാടുകളാണ്. അതായത് ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളുമായിട്ട് 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ പാൻ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുള്ളൂ. ബാങ്കിലോ സഹകരണ ബാങ്കിലോ ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ നിലവിൽ പാൻ വിവരങ്ങൾ നൽകേണ്ടതുണ്ടായിരുന്നു. ചെറുകിട ഇടപാടുകൾ വിട്ട് വർഷത്തിൽ മൊത്തം നടത്തുന്നവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സാധാരണക്കാരുടെ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. അടുത്തത്, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ മൂല്യം 5 ലക്ഷം രൂപയിൽ കൂടുതലാണ് എങ്കിൽ മാത്രമേ ഇനി പാൻ വിവരങ്ങൾ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നിലവിൽ വാഹനത്തിന്റെ വില കണക്കിലെടുക്കാതെ എല്ലാ മോട്ടോർ വാഹനങ്ങൾക്കും പ്രധാനമായിട്ടും പാൻ കാർഡ് നൽകേണ്ടതാണ്. കുറഞ്ഞ വിലയിലുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇത് ആശ്വാസകരമാകുന്നതാണ്. അടുത്തത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. അതായത് വസ്തുവകകളുടെ മൂല്യവർദ്ധനവ് കണക്കിലെടുത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പരിധിയും കൂട്ടിയിട്ടുണ്ട്. വസ്തുവാങ്ങൽ, വിൽപ്പന, ദാനം അല്ലെങ്കിൽ ജോയിന്റ് ഡെവലപ്മെന്റ് എന്നിവയിൽ പാൻ നൽകേണ്ട പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇടപാടുകൾ സുഗമമാക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അടുത്തത്, ഏപ്രിൽ മുതൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ തന്നെ പാൻ നൽകേണ്ടി വരുന്നതാണ്. നിലവിലെ വാർഷിക ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 50,000 രൂപ കടക്കുമ്പോൾ മാത്രമാണ് പാൻ ആവശ്യമായിട്ട് വരുന്നത്. ഇൻഷുറൻസ് സേവനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നികുതി വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നതിലൂടെ നിരീക്ഷണം ശക്തമാക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻപും ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് അറിയിപ്പ് വന്നിരുന്നു. 2025 ഡിസംബർ 31 വരെയായിരുന്നു ഇതിനായിട്ടുള്ള അവസാന തീയതി അനുവദിച്ചിരുന്നത്. അത്തരത്തിൽ അവസാന തീയതിക്ക് മുൻപ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ഇത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുവാൻ വേണ്ടി 1000 രൂപ പിഴ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. കാർഡ് അല്ലെങ്കിൽ UPI വഴി 1000 രൂപ പിഴ അടയ്ക്കാവുന്നതാണ്. പിഴ അടച്ച് 4-5 ദിവസത്തിന് ശേഷം വീണ്ടും സൈറ്റിൽ കയറി പാനും ആധാറും ലിങ്ക് ചെയ്യുവാനുള്ള അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. പാൻ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റൊരു അറിയിപ്പ്, ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ അനുവാദമുള്ളൂ എന്നതാണ്. ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ 10,000 രൂപ വരെ പിഴ അടയ്ക്കുവാൻ നിയമമുണ്ട്. അതിനാൽ തന്നെ ഒന്നിലധികം പാൻ കാർഡ് ഉള്ളവർ അത് സറണ്ടർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പാൻ കാർഡ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാൻ 2.0 പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിലെ പാൻ കാർഡ് ഉള്ളവർ പുതുതായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നതല്ല. പഴയ കാർഡുകൾ സാധുവായിട്ട് തുടരുന്നതാണ്. പുതിയ കാർഡുകളിൽ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന QR കോഡ് ഉണ്ടായിരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.